തേങ്ങ, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം ഇത്രയും ചതച്ചിടണം. പിന്നെ അരിഞ്ഞിട്ടോ ഇത്രയും ഇതിങ്ങനെ വിരിഞ്ഞ് കളയണം. ഇത്രയും വിരിഞ്ഞ് കളയണം. വേണ്ട, ഇത്രയും വിരിഞ്ഞ് കളയണം. എന്നിട്ട് ഇതേണ്ട പകുതി എടുത്തുള്ളൂ കേട്ടോ. ഇതിനെ ഒന്ന് വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് വയ്ക്കണം. നാളെ എടുക്കാം. ഇത് വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെക്കണം. പകുതി എടുത്തുള്ളൂ കേട്ടോ. പകുതി അരിയുമ്പോൾ തന്നെ ഇത്രയും വന്നായിരുന്നു കേട്ടോ. ഇതിന് എണ്ണ വെച്ചൊന്ന് മയക്കി എടുക്കണം. ഇച്ചിരി ഒന്നൊരു ഈ കറുപ്പ് മാറ്റിയെടുക്കണം. കണ്ട കയ്യിലൊക്കെ കണ്ട ഇതിൻ്റെ കറയാണ്, അതങ്ങ് പോവും. എണ്ണ വെച്ചൊന്ന് മയക്കുമ്പോഴത്തേക്കും. ഇതും അതുപോലെ തന്നെ. ഇത് നാളെ വയ്ക്കാം. നാളെ അല്ലെങ്കിൽ മറ്റന്നേരം വയ്ക്കാം. ഫ്രിഡ്ജിൽ വയ്ക്കാം, കേടാവില്ല. അവിടെ പുതിയതല്ലേ, അതുകൊണ്ട് ഞാൻ കുറേ എടുത്ത് മാറ്റിയില്ല. ചിലർ ഇതൊക്കെ എടുക്കുമായിരുന്നു. ഇതിൻ്റെ അകത്തൊരു നാരുണ്ട്. ആ നാര് മാത്രം കളഞ്ഞിട്ട് ബാക്കിയൊക്കെ എടുക്കുന്നതാണ്. പിന്നെ ഇത്രയും കളഞ്ഞ നന്നായിട്ട് അരിഞ്ഞണ്ട ചേവി എടുക്കുന്നുണ്ട്. ഇനി ഇത് കഴുകണം. ഇത് നല്ല എണ്ണ വെച്ച് മയക്കിയിട്ട് കഴുകണം. അപ്പോൾ കുറേ നല്ല വെള്ളയാവും. അപ്പം പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പം ശരി സഹോദരങ്ങളെ, തോരനായിട്ട് കാണിച്ചു തരാം കേട്ടോ.